ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോയിൻസ്ബിറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ 2000 കോയിൻസ് വെച്ചിട്ട് ലഭിച്ചിട്ടുണ്ട്. കോയിൻ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല, ഉടൻ തന്നെ ലിസ്റ്റ് ആവുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോയിൻസ്ബിറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള കോയിൻ നമുക്ക് സ്റ്റേക്കിംഗ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് സ്റ്റേക്കിംഗ്, അതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഏതായാലും നമുക്ക് കോയിൻസ്ബിറ്റിൻ്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കോയിൻസ്ബിറ്റിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മെയിൻ ഇൻ്റർഫേസിൻ്റെ അകത്ത് താഴെയായിട്ട് കാണാൻ സാധിക്കും. മെയിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എത്ര കോയിൻ ലഭിച്ചിട്ടുണ്ടോ ആ കോയിൻ മുഴുവനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. എനിക്കിവിടെ 3000 കോയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ഈ ഒരു 3 ലൈനൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫിനാൻസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കാണാം സ്റ്റേക്കിംഗ് പൂൾ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ എത്ര കോയിനാണോ ഉള്ളത് ആ കോയിൻ നമ്മൾ സ്റ്റേക്കിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 3% മന്ത്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 3% കൂടുതൽ കോയിൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം കോയിൻ ഉണ്ടെങ്കിൽ വെറുതെ അവിടെ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല, ഇതുപോലെ സ്റ്റേക്കിംഗ് ചെയ്ത് വെക്കുക. പുതിയ കോയിൻസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. കിട്ടിയ കോയിൻസ് നമ്മൾ സ്റ്റേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3% അല്ലെങ്കിൽ എത്രയോ പെർസെൻറ്റേജ് നമുക്കത് കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് കാണുന്ന സ്റ്റേക്കിംഗ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് എത്രയാണ് നമുക്ക് സ്റ്റേക്കിംഗ് ചെയ്യേണ്ടത്. നമ്മളിവിടെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ആ മുഴുവനായിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന സ്റ്റേക്കിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഇത്രമാത്രം ചെയ്താൽ മതി. നമുക്കിവിടെ സക്സസ്ഫുൾ എന്ന് കാണിക്കും. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റേക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഇടതുവശത്ത് കാണുന്ന അൺസ്റ്റേക്കിംഗ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റേക്കിംഗ് കോയിൻ വീണ്ടും നിങ്ങളുടെ വാലറ്റിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഫീ ഈടാക്കുന്നുണ്ട്. 0.2% അവർ കട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ വാലറ്റിലേക്ക് തരത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കോയിൻസ്ബിറ്റിൻ്റെ കോയിൻ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റേക്കിംഗ് ചെയ്ത് വെക്കുക. നമുക്ക് 3% മന്ത്ലി കിട്ടുന്നതായിരിക്കും. കോയിൻസ്ബിറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവിടെ നിന്നും വീഡിയോ കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.